ഇന്ന് ക്ലാസ് ഒന്നുമല്ല കേട്ടോ. നിങ്ങളെ ഒന്ന് ചെറുതായിട്ട് മോട്ടിവേറ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. നമ്മളൊക്കെ ചിന്തിക്കില്ലേ, എത്ര പഠിച്ചിട്ടും എനിക്ക് എന്താ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്ത എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ. നമ്മൾ സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറേ ഇംഗ്ലീഷ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ലെവലിലോട്ടൊക്കെ പോയപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചു. കൂട്ടുകാരുടെ അടുത്ത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. കൊളീഗ്സിനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ടും എനിക്ക് എന്താ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്ത എന്ന്. അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. പലരും പല രീതിയിൽ ഇതിനെ ഫേസ് ചെയ്യുന്നതാണ് അതിൻ്റെ പ്രശ്നം പറ്റുന്നത്. അപ്പോൾ ഇതെൻ്റെ അടുക്കളയാണ്, എൻ്റെ കിച്ചൺ. ഇവിടെ എൻ്റെ ഓഫീസ് റൂമാണെന്ന് ഞാൻ എൻ്റെ മക്കളോട് പറയും. ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് എൻ്റെ കിച്ചണിൽ തന്നെയാണ്. എൻ്റെ കിച്ചണൊന്നും നിങ്ങളൊന്ന് കണ്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കിച്ചണിൽ. ഇങ്ങനെ ഞാൻ എപ്പോഴും നീറ്റാക്കിയിടും. കിച്ചണിൽ എനിക്ക് അവിടെ കുറച്ച് സമയം എൻ്റെ കിച്ചണിൽ പണികളൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കാര്യം അതല്ല. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം പലതുണ്ട്. ഒന്ന് പേടിയായിരിക്കാം, പിന്നെ നമ്മുടെ പ്രാക്ടീസിൻ്റെ കുറവായിരിക്കാം, അതല്ലെങ്കിൽ ഗ്രാമറിനോടുള്ളൊരു ഗ്രാമറിന് കേൾക്കുമ്പോഴേ പേടി വരും, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു സ്വാധീനം. ഇതൊക്കെ തന്നെയായിരിക്കാം ഓരോരോ കാരണങ്ങൾ. പലർക്കും പല കാരണങ്ങളാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പറ്റാത്തതിന്. പലർക്കും പല കാരണങ്ങളാണ്. അപ്പം ഞാൻ ഇപ്പം പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് പേടി, അതായത് പേടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകുമോ, മറ്റുള്ളവർ കളിയാക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു പേടി. ആ പേടി എന്ന് പറയുന്നത് നമുക്ക് സംസാരിക്കാൻ ഒരു ആത്മവിശ്വാസം തന്നെ ഇല്ലാതെയാക്കിപ്പോ. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അത് തെറ്റുവോ ശരിയോ എന്തുമായിക്കൊള്ളട്ടെ, ആൾക്കാർ കളിയാക്കിയാലും വേണ്ടില്ല ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കും എന്ന് ചിന്തിക്കുന്നവരെ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷിൽ അവർക്ക് പിടുത്തം കിട്ടും. പക്ഷെ എന്നെ കളിയാക്കി ഞാൻ എന്ത് ചെയ്യും, മോശമായി പോവോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഇറങ്ങി ഇനി കുളിച്ച് കയറുക തന്നെ. അപ്പോൾ കളിയാക്കിയാലും ഒന്നും വേണ്ടില്ല. ഇംഗ്ലീഷ് അറിയുന്നവരാണെങ്കിൽ ഒരിക്കലും നമ്മളെ കളിയാക്കില്ല. നമ്മളെപ്പോലെ കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയുന്നവരാണ് നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നത്. അതേസമയം ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്നവരാണ് എങ്കിൽ നമ്മളെ കളിയാക്കില്ല കേട്ടോ. അവരത് കേട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പേടി വേണ്ട. തെറ്റ് ചെയ്താലല്ലേ നമ്മൾ ശരിയിലോട്ട് എത്തത്തുള്ളൂ. നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമല്ലേ. അതുകൊണ്ട് തന്നെ തെറ്റ് പറഞ്ഞ് പഠിക്കുക. എന്നിട്ട് ആ പേടിയെല്ലാം മാറി 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 നമ്മൾ ശരിയിലോട്ട് പതിയെ എത്തിത്തുടങ്ങും. അപ്പം നമുക്ക് പേടി വേണ്ട. പിന്നെ എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് നമുക്ക് പ്രാക്ടീസ് ഇല്ല എന്നുള്ളത്. നമ്മൾ കുറേ കേൾക്കും, ആൾക്കാർ പറയണത് വീഡിയോസ് ആവട്ടെ എന്തുമാവട്ടെ നമ്മൾ കുറേ കേൾക്കും. പക്ഷെ നമുക്ക് എന്തില്ല, പ്രാക്ടീസ് ഇല്ല. ഒരു പക്ഷേ നമ്മളിൽ പലർക്കും ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതാനറിയാം, നന്നായിട്ട് വായിച്ചാൽ മനസ്സിലാകും, ഒക്കെ ചെയ്യും. പക്ഷേ എന്താണ്, സംസാരിക്കുമ്പോൾ മാത്രമാണ് ഈ പേടി കിട്ടാതെ വരുന്നത്. അതിന് കാരണം ഒന്ന് ഞാൻ പറഞ്ഞത് പേടി തന്നെ. പേടി കാരണം നമ്മൾ മിണ്ടാതിരിക്കും, പേടി തന്നെ. അപ്പം നമ്മൾ പ്രാക്ടീസ് ഇല്ലാതെയായിപ്പോൾ, സംസാരിക്കാതെയായിപ്പോൾ. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സംസാരിച്ചും കൂടെ പഠിക്കണം. അതിനിപ്പോൾ എന്താ, എനിക്ക് ഒരാൾ സംസാരിക്കാൻ ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ കണ്ണാടി നോക്കി സ്വന്തം ചോദ്യം ചോദിക്കുക, സ്വന്തം ഉത്തരം പറയുക. പിന്നെ നമ്മുടെ മക്കളോടൊക്കെ ചോദ്യം ചോദിക്കുക, അവരുടെ ഉത്തരം കേൾക്കുക. അല്ലെങ്കിൽ അവരോടൊക്കെ കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ സംസാരിക്കുക. ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൻ്റെ ഇടയിൽ നമ്മൾ കുഞ്ഞു ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് തുടങ്ങുക. അങ്ങനെ കുഞ്ഞിതായിട്ട് തന്നെ തുടങ്ങുക. കുഞ്ഞിതിൽ നിന്ന് തുടങ്ങി വലുതിലോട്ട് എത്തുക. അപ്പം നമ്മൾ ഈ പ്രാക്ടീസിൻ്റെ ഒരു കുറവ് കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് കിട്ടാതെ പോകരുത്. ഇനി അതുമല്ലെങ്കിൽ പലരും നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനുള്ള എനിക്ക് തന്നെയുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് പേഴ്സണലായിട്ട് സംസാരിച്ച് ചെയ്യാം. അങ്ങനെ പല അവസരങ്ങളും നിങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ആളില്ല എന്ന് പറഞ്ഞ്, പിന്നെ ഇപ്പോഴത്തെ കാലത്ത് AI ഉണ്ട്. അപ്പോൾ ആളില്ല എന്ന് പറയുന്നതും എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ അവസരം ഇല്ല എന്നൊന്നും പറയുന്നതൊന്നും ഒരു കാരണമല്ല. നമുക്ക് സംസാരിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് പ്രാക്ടീസ് വേണം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഗ്രാമർ. നമ്മൾ ഒരു കാര്യം സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത് പാസ്റ്റ് ആണോ, പ്രസന്റ് ആണോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആണോ, പെർഫെക്റ്റ് ആണോ. അതിൻ്റെ അറിയില്ല. നമ്മൾ മലയാളം സംസാരിക്കും, ഇത് പാസ്റ്റ് ആണോ, ഇത് ഫ്യൂച്ചർ ആണോ, പെർഫെക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത്? നെവർ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ പിന്നെ വേറെ ചിലർ ചിന്തിക്കും, ഗ്രാമർ ശരിയായെങ്കിൽ മാത്രമേ നമുക്ക് പറഞ്ഞ് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതുമില്ല. നമ്മൾ
പ്രാക്ടീസ് ചെയ്യുക. ഇവഞ്ച്വലി നമ്മുടെ ഗ്രാമർ ഇമ്പ്രൂവ് ആയിക്കോളൂ. അത് നമ്മൾ പോലും അറിയാതെ ഇമ്പ്രൂവ് ആവും. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സുകളിൽ പറയും, നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ ഗ്രാമർ ഇങ്ങനെ കുറേ കേട്ടോണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കേട്ട ഈ ഗ്രാമർ നിങ്ങൾ സംസാരിക്കണം. നമ്മളിപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മളിപ്പോൾ മലയാളം ഇപ്പം ഞാൻ ഇത്രയും നേരം സംസാരിച്ച് തന്നെ മലയാളം എക്സ്പേർട്സ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ നോക്കുകയാണെങ്കിൽ എൻ്റെ സെൻറ്റൻസുകൾ തെറ്റുണ്ട്. പക്ഷെ മലയാളം അറിയുന്ന നമുക്കറിയാം കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഗ്രാമറിനെ കുറിച്ച് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട. പക്ഷെ ഗ്രാമർ അറിയണോ? അറിയേ ചെയ്യണം. ഒട്ടും ഗ്രാമർ അറിയില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രാമർ അറിയണം, പക്ഷെ നിങ്ങൾ ഈ ഗ്രാമറിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കരുത്. അറിയുന്ന ഗ്രാമർ വെച്ചിട്ട് സെൻറ്റൻസുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഗ്രാമർ തെറ്റിപ്പോയാൽ മൊത്തം തെറ്റൂലോ എന്നൊന്നും നിങ്ങൾ ഓർത്തുകൊണ്ട് ഇരിക്കരുത്. ഇനി വേറൊരു പ്രശ്നമായിട്ട് നമ്മൾ നമ്മുടെ മദർ ടങ്ക് മലയാളം നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട സമയത്ത് നമ്മൾ എന്ത് ചിന്തിക്കുക? നമ്മുടെ മലയാളം ഈ സെൻറ്റൻസിനെ നമ്മളിങ്ങനെ ഇംഗ്ലീഷിലോട്ട് എങ്ങനെ മാറ്റും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പം സംസാരിക്കാൻ പറ്റിയേല എന്നുള്ള അർത്ഥമില്ല. പക്ഷെ എന്താണ്, ടൈം എടുക്കും. നമുക്കിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരണ്ടേ, ടൈം എടുക്കും. അങ്ങനെ നമുക്ക് ടൈം എടുക്കാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ മാതൃഭാഷേനെ നമ്മളിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ തന്നെ നമുക്കറിയുന്ന സെൻറ്റൻസ്, ഇപ്പം നമ്മൾ പറയില്ലേ, ഐ എം ഹംഗ്രി, ഐ എം ടയേർഡ്, ഐ നീഡ് വാട്ടർ, അങ്ങനെ നമ്മൾ കുറച്ച് സെൻറ്റൻസുകൾ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പറയും. അപ്പോൾ അവിടെ ഗ്രാമറിൻ്റെ ഒന്നും പ്രശ്നമില്ലാത്ത കുറേ സെൻറ്റൻസുകളില്ലേ, അതൊക്കെ അങ്ങോട്ട് പറയുക. അപ്പോൾ നമുക്ക് അതങ്ങ് ശരിയാവും. പിന്നെ നമ്മളതിനെ കൂട്ടിച്ചേർത്ത് അങ്ങനെ പറയാം. അവിടെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടവർ ആരൊക്കെയാണ്? ആഡ്വേർബ്, അഡ്ജക്റ്റീവ് ഒക്കെ വേണം. അപ്പോൾ നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് നിങ്ങൾ അറിയണം. പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ക്ലാസ് എടുത്തേക്കുന്നതിൻ്റെ ആ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് തരാം, നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം കേട്ടോ. അതൊക്കെ ചേർത്ത് വെക്കുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. അതാ ഞാൻ പറഞ്ഞത്, ഗ്രാമർ പൂർണ്ണമായും അറിയാൻ പാടില്ല എന്നല്ല, ഗ്രാമർ അറിയണം. പക്ഷെ അറിഞ്ഞ ഗ്രാമർ നമ്മൾ നമ്മുടെ സെൻറ്റൻസിൽ ഉപയോഗിക്കണം. അങ്ങനെ നമ്മുടെ മലയാളത്തിൻ്റെ ആശ്രയിക്കാതെ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം. ക്ലിയർ ആയോ? ഇനി ഇത്രയും കാര്യങ്ങളാണ്. അതായത് പേടി പാടില്ല, ഗ്രാമറിനോടുള്ള പേടി, ഗ്രാമറിനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ പാടില്ല, നമ്മുടെ മദർ ടങ്ക് നമ്മുടെ ഇംഗ്ലീഷിൽ അധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല, പിന്നെ നമ്മൾ എന്താ പ്രാക്ടീസ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ കാര്യം. അപ്പം നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ചെയ്യുന്നത് എന്താണോ, പുസ്തകം വായിക്കും. ഇംഗ്ലീഷിൻ്റെ പുസ്തകം വായിച്ചാൽ സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ പുസ്തകം വായിച്ചാൽ നമുക്ക് വൊക്കാബുലറി കിട്ടും, വേർഡ്സ് മീനിങ് കിട്ടും, സെൻറ്റൻസ് സ്ട്രക്ചർ കിട്ടും, ഗ്രാമർ എല്ലാം കിട്ടും. പക്ഷെ നമ്മൾ സംസാരിക്കില്ല. സംസാരിക്കണമെങ്കിൽ ഈ പുസ്തകം വായനയിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ നമ്മൾ പുറത്തോട്ട് പറയണം. എന്നാൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മൾ കുറേ എഴുതി നോക്കും, കുറേ ഇംഗ്ലീഷ് വീഡിയോസ് കാണും. ഇംഗ്ലീഷ് വീഡിയോസ് ഒക്കെ കാണുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷേ അവർ പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പറയാൻ വേണ്ടി ശ്രമിക്കണം. പതുക്കെയല്ല, വാക്കിനകത്തിട്ടുണ്ടല്ലോ, ഉറക്കെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ഒന്നും അല്ലല്ലോ എടുത്തത്. കുറേ പേർക്ക് ഭയങ്കര വിഷമമായി, എനിക്ക് ക്ലാസ്സും എല്ലാം കുറേ കേട്ടിട്ടും സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പേടിയെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുന്നേ. ഇതൊരു ഭാഷയല്ലേ, അല്ലാണ്ട് ഇത് നാളെ നമുക്ക് പരീക്ഷയുള്ള ഒരു കാര്യമാണോ? ഒന്നും അല്ലല്ലോ. ഇത് നമുക്കൊരു ഭാഷ മാത്രമാണ്. അതായത് എന്താ, നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ള ആൾക്ക് മനസ്സിലാകണം. ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അത് സംസാരിക്കണം. പേടിച്ചിരിക്കരുത്. ഇത് പുസ്തകം പഠിക്കുന്ന പോലെ നാളെ രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ 1 മാസം കൊണ്ട് അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് 60 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. ആണോ? അല്ലല്ലോ. അപ്പോൾ എന്താ, നമ്മളത് സംസാരിക്കണം. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ സംസാരിക്കുക തന്നെ വേണം. അപ്പോൾ കുറച്ച് എനർജി ആയോ? ഞാനിങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് എനർജി ആയോ? ഇപ്പം ഇംഗ്ലീഷിനോടുള്ള പേടിയൊക്കെ പോയെന്നുള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തമ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം നിങ്ങൾക്ക് എന്ത് തന്നു, നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ പ്ലേലിസ്റ്റ് തന്നിട്ടുണ്ട്. നിർബന്ധമായിട്ട് നിങ്ങളത് കേട്ട് പഠിക്കണം കേട്ടോ. ഇനി സംസാരിച്ച് പഠിക്കണം എന്നൊക്കെയുള്ളവരാണെങ്കിൽ എൻ്റെ നമ്പറും തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലെന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നു മുതൽ തന്നെ നിങ്ങൾ തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളെ എൻ്റെ കിച്ചൺ കാണിച്ചാണ് ഏതോ ഒരു വീഡിയോയിൽ, വെറുതെ. അപ്പോൾ എൻ്റെ കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്.
അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്നും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.